നമസ്കാരം. ഒരു സഖാവ്, സ്ത്രീ സഖാവ് മറ്റൊരു സഖാവാൽ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടി സഖാവ് ഗർഭിണിയെയല്ല എന്ന് പ്രമേയം പാസ്സാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി, അതായത് എന്തിനേയും എങ്ങനെയും വളച്ചൊടിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ കൂട്ടത്തിൽ വങ്കത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുകയും ചെയ്യുന്ന ഒരു പാർട്ടി. ഈ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി ഒരു സഖാവ് ബോംബ് നിർമ്മാണത്തിനിടെ അത് പൊട്ടിത്തെറിച്ച് അയാളുടെ കൈപ്പത്തി നഷ്ടമായി. വാർത്ത പ്രേക്ഷകർ കണ്ടു കാണും. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഇ.പി. ജയരാജൻ അഥവാ ചിറ്റപ്പൻ ജയരാജൻ അഥവാ തട്ടുകട ജയരാജൻ പറയുന്നത് ക്രിസ്മസിന് പടക്കമുണ്ടാക്കി, അങ്ങനെ അത് പടക്ക നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചു എന്നാണ്. ഇത് സംഭവിച്ചത് ശിവകാശിയിലല്ല, ചെന്നൈയിലല്ല, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വിവിധ പടക്ക നിർമ്മാണ യൂണിറ്റുകളിലല്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ പടക്ക നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കണ്ണൂർ ജില്ലയിൽ ഓരോ വീടുകളും പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളാണ്. പക്ഷേ പടക്കം എന്നത് ബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തിരി വീര്യം കൂടിയ പടക്കമാണ്. ഇവിടെ ബോംബെറിഞ്ഞ് മരിച്ചയാളെ രക്തസാക്ഷിയാക്കിയ പാർട്ടിയാണ്. എന്നിട്ടും ചിറ്റപ്പന്റെ ഈ വൃത്തികെട്ട ന്യായീകരണം കാണുമ്പോൾ ചിരിയും കരച്ചിലും ഒരുപോലെ വരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക്, സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മധ്യ തിരുവിതാംകൂറിൽ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെയാണ് പടക്കം പൊട്ടിച്ച് കണ്ടിരിക്കുന്നത്. വടക്കോട്ട് അത്തരം പടക്കം പൊട്ടിക്കലുകളും ഒക്കെ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണം. എന്തായാലും പടക്കം പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ടു. ചില ട്രോളുകളും കണ്ടു. കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സഖാവ് സ്വയം കയ്യിൽ ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ചതാണ് എന്ന്. ഇത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അവിടെ അക്രമമുണ്ടാക്കാൻ, ബോംബെറിയാൻ BJP-ക്കാരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗുകാരുടെയും ഒക്കെ വീടുകൾക്കും ഓഫീസുകൾക്കും ബോംബെറിയാനായി CPM ഉണ്ടാക്കിയ പടക്കങ്ങളിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചത് എന്ന വാദവും പുറത്തു വരുന്നുണ്ട്. അപ്പം ഇത് ബോംബല്ല, ഇത് ഓലപ്പടക്കമാണ്, ഈർക്കിലിപ്പടക്കമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഓലപ്പടക്കം കയ്യിൽ ഇരുന്ന് പൊട്ടിയാൽ കൈപ്പത്തി തകരുകയും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് തലയ്ക്ക് യാതൊരു ബോധവുമില്ലാതെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന പ്രിയപ്പെട്ട ചിറ്റപ്പൻ ജയരാജൻ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ചോദ്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയാണ് ഇത് വെറും ഏറുപടക്കമാണ്, ഓലപ്പടക്കമാണ്, വീടിപ്പടക്കമാണ് എന്നൊക്കെയാണ് ചിറ്റപ്പൻ ഘോരഘോരം വാദിക്കുന്നത്. ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പടക്കം പൊട്ടിയാണ് അപകടമുണ്ടായത് എന്നാണ് പിണറായി പോലീസിന്റെ FIR വന്നിരിക്കുന്നത്. അപ്പൊ പിണറായി പോലീസിന്റെ FIR എന്ന് പറഞ്ഞാൽ പിണറായി എന്ന സ്ഥലത്തെ പോലീസിന്റെയും പിണറായി വിജയന്റെ പോലീസിന്റെയും ഒക്കെ FIR ഏതാണ്ട് സമാനമായി തന്നെ വരുമല്ലോ. അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്ന കുറ്റം ചുമത്തിയൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തു, അശ്രദ്ധമായി കൈകാര്യം ചെയ്തു. സ്ഫോടക വസ്തുക്കൾ കയ്യിൽ വെക്കാനുള്ള ലൈസൻസ് ഈ പടക്കം പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ട സഖാവിനുണ്ടായിരുന്നു. സ്ഫോടക വസ്തു നിർമ്മിക്കാനുള്ള, പടക്കം നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. സ്ഫോടക വസ്തു സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. വീടുകൾ കേന്ദ്രീകരിച്ചാണോ പടക്ക നിർമ്മാണ യൂണിറ്റുകൾ കണ്ണൂരിൽ നടക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയുണ്ട്. അതിനൊന്നും കൃത്യമായി ഉത്തരമില്ല. ഇത് അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടായി. കാരണം തോക്കും എന്നറിയാവുന്നത് കൊണ്ട് ജയിക്കുന്നവന്റെ വീട്ടിലേക്ക് വടിവാളുമായി പോയ സഖാക്കളെ ഓർമ്മയില്ലേ? വടിവാളുമായിട്ട് അത് എന്നിട്ട് മറ്റേ ട്രോൾ അതിനും കണ്ടു. മറ്റേ പൊതിച്ചോറ് പൊതിയാൻ വാഴയില വെട്ടാൻ പോയതാണ് വടിവാളുമായിട്ട് എന്നുള്ള ട്രോളും കണ്ടു. കാരണം ബിനീഷ് കോടിയേരി പറഞ്ഞു അവിടെ പൊതിച്ചോറ് തുടരും എന്നൊക്കെ പറഞ്ഞു DYFI. അപ്പൊ DYFI പ്രവർത്തകർ ഇല വെട്ടാൻ പോയതാണ്. അതുപോലെയാണ് ഈ പടക്കത്തിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത് കെട്ടുപടക്കമാണെന്നാണ് പറയുന്നത്. ഓലപ്പടക്കം, കെട്ടുപടക്കം, അങ്ങനെ പല മേഖലകളിൽ പറയുമായിരിക്കും. അപ്പൊ ആ കെട്ട് കൃത്യമായി മുറുകാത്തത് കൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ചത്. അങ്ങനെയാണ് സഖാവിന്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. സഖാവ് മരിച്ചു പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രക്തസാക്ഷിയുമായി. ചിറ്റപ്പൻ ജയരാജനും CPM-കാർക്കും നാണവും മാനവും ഉളുപ്പും ഒന്നുമില്ല എന്ന് കരുതി കേരളത്തിലെ എല്ലാവരും അങ്ങനെയാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും അങ്ങനെയാണ് എന്ന് ധരിക്കരുത്. നിങ്ങൾ എന്ത് കള്ളം പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന മാധ്യമങ്ങളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ, കൈരളിയും ദേശാഭിമാനിയും റിപ്പോർട്ടർ TVയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാത്ത മാധ്യമങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ എന്തും വിശ്വസിക്കുന്ന, ദേശാഭിമാനി മാത്രം വായിക്കുന്ന കുറെ സഖാക്കളുമുണ്ട്. അവരൊക്കെ വിശ്വസിക്കുമായിരിക്കും, സഖാവ് പറഞ്ഞല്ലോ അതുകൊണ്ട് പടക്കമാണ്. അണ്ണാക്കിൽ വെച്ച് പൊട്ടിച്ചാലും വേണമെങ്കിൽ പടക്കമാണെന്ന് പറയും. ഇത് ബോംബേർ നടത്തി അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നടത്തിയതിനിടയ്ക്ക്, അതിന് തയ്യാറെടുക്കുന്നതിനിടയ്ക്ക് പൊട്ടിത്തെറിച്ചത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ
ബോംബിനെ ഏറുപടക്കവും ഈർക്കിൽ പടക്കവും മൂലപ്പടക്കവും ഒക്കെ ആക്കി മാറ്റിയ സഖാവ് EP ജയരാജന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. തുടർന്നും ഇത്തരം വടിവാളിനെ വേണമെങ്കിൽ കപ്പളത്തണ്ടായിട്ടോ ഈർക്കിലിയായിട്ടോ ഒക്കെ മാറ്റാം. അതുപോലെ കോടാലിയെ വേണമെങ്കിൽ ചെറിയ കമ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് മാറ്റാം. അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മരത്തവിയായിട്ടോ ഒക്കെ മാറ്റാം. അങ്ങനെ എന്ത് വേണമെങ്കിലും മാറ്റാം. കോടാലിയും മഴവും ഒക്കെ ആയിട്ടാണ് അവിടെ അതിക്രമങ്ങൾ നടക്കുന്നത്. കൂട്ടത്തിൽ ബോംബേറുമുണ്ട്. അപ്പം ഇനിയും ഇത്തരം പടക്കങ്ങൾ ധാരാളമായി നിർമ്മിച്ച് വിതരണം ചെയ്യാനും അത് ക്രിസ്മസിന്റെ സമയത്തും അല്ലാത്തപ്പോഴും എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാനുമുള്ള എല്ലാവിധ പരിപാടികളും CPM ഉണ്ട് എന്ന് കേൾക്കുന്നു. യഥാവിധി നടക്കട്ടെ. കാരണം നിങ്ങളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ പറയുന്നതാണല്ലോ ഇവിടെ നിയമവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. സന്തോഷം.